അപൂർവ രക്തജന്യ രോഗം ബാധിച്ച കോഴിക്കോട് കായക്കൊടി സ്വദേശിയായ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാരുടെ ജനകീയ ശ്രമം. കൈക്കൊടിയിലെ അർജുന്റെ ചികിത്സയ്ക്കുള്ള രക്തമൂലകോശദാതാവിനെ കണ്ടെത്താനാണ് കുറ്റ്യാടി സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അപൂർവ രക്തജന്യ രോഗം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കായക്കൊടി സ്വദേശി അർജുന് രക്തമൂലകോശം മാറ്റിവെക്കലാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ. കുറേയധികം കാലത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം പൂർണ്ണമായി സാമ്യമുള്ള ദാതാവിനെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ രോഗം മൂർച്ഛിച്ചപ്പോൾ സഹോദരിയുടെ പകുതി ജനിതക സാമ്യമുള്ള രക്തമൂലകോശങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. കുടുംബത്തിൽ നിന്നും ദാതാവിനെ കണ്ടെത്താനുള്ള സാധ്യത 25% മാത്രമാണ്. ഇതേ തുടർന്നാണ് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനയായ ധാത്രി ബ്ലഡ് സെൽ രജിസ്ട്രി കുറ്റ്യാടി സ്കൂളിൽ വലിയ ജനകീയ പങ്കാളിത്തത്തോടെ അർജുനു വേണ്ടി ക്യാമ്പ് നടത്തിയത്. കുറ്റ്യാടി സ്വദേശി അർജുനു വേണ്ടിയിട്ട് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിന് HLA സാമ്യമുള്ള ഒരു ബ്ലഡ് സ്റ്റെം സെൽ അല്ലെങ്കിൽ രക്തമൂലകോശ ദാതാവിനെ അന്വേഷിച്ചാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പം ബ്ലഡ് ക്യാൻസർ പോലെ ഇങ്ങനെയുള്ള ബ്ലഡ് റിലേറ്റഡ് അസുഖങ്ങൾക്ക് ഡോക്ടേഴ്സ് പറയുന്ന ഒരു അവസാനത്തെ ചികിത്സയാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. അങ്ങനെ ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് കൊടുക്കാനായിട്ട് ഒരു ദാതാവ് ഉണ്ടാവണം. ആ ദാതാവിന് ബ്ലഡിൽ കൂടെ ബ്ലഡ് ഡൊണേഷൻ എല്ലാം ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ദാനമാണ് സ്റ്റെം സെൽ ഡൊണേഷൻ. എങ്കിലും ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ സാമ്യം ആവശ്യമില്ലാത്തതിനാൽ പകരം HLA എന്ന് പറയുന്ന ഒരു സാമ്യം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് ഇതുകൊണ്ടാണ് ദാതാവിനെ ലഭിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നത്. ഇപ്പൊ HLA സാമ്യം ഫാമിലിയിൽ നിന്ന് കിട്ടാനായിട്ട് 25% സാധ്യത മാത്രമാണുള്ളത്. ഫാമിലിയുടെ പുറത്തുനിന്ന് അങ്ങനെ ഒരു ദാതാവ് വരണമെങ്കിൽ 10,000-1 മുതൽ 20,00,000-1 വരെയാണ് അതിന്റെ സാധ്യതയുള്ളത്. അപ്പം അർജുന് വേണ്ടി ഇപ്പം നമ്മൾ ലോകമെമ്പാടുമായിട്ട് 80ഓളം ഡോണർ രജിസ്ട്രികളിൽ നിന്ന് 43 ദശലക്ഷം ആളുകളിൽ മാച്ച് നോക്കിക്കഴിഞ്ഞു. അതിൽ നിന്ന് ആരും സാമ്യം വരാത്തൊരു സാഹചര്യത്തിലാണ് പുതിയ ആളുകളിൽ മാച്ച് നോക്കുന്നതിനായിട്ട് ഇങ്ങനെ ഒരു ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. കുടുംബത്തിന് പുറമേ നിന്നും ദാതാവിനെ കണ്ടെത്താനുള്ള സാധ്യത 10,000-1 മുതൽ 20,00,000-1 വരെയാണ്. ഇന്ത്യയിൽ നിന്നും 6 ലക്ഷത്തോളം ആളുകൾ മാത്രമേ ഇങ്ങനെ ദാതാവായി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ എന്നതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള രോഗികൾക്ക് സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്താനുള്ള സാധ്യതയും കുറയുകയാണ്. ലോകം മുഴുവൻ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 43 ദശലക്ഷം സന്നദ്ധ ദാതാക്കളിൽ നിന്നും ആരും സാമ്യമില്ലാതെ വന്നതിനാൽ കൂടുതൽ ആളുകളിൽ സാമ്യം നോക്കുന്നതിനായാണ് രക്തമൂലകോശ ദാതാക്കളുടെ സംഘടനയായ ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രി ക്യാമ്പയിൻ നടത്തിയത്. ലോകം മുഴുവൻ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 43 ദശലക്ഷം സന്നദ്ധ ദാതാക്കളിൽ നിന്നും ആരും സാമ്യമില്ലാതെ വന്നതിനാൽ കൂടുതൽ ആളുകളിൽ സാമ്യം നോക്കുന്നതിനായാണ് രക്തമൂലകോശ ദാതാക്കളുടെ സംഘടനയായ ധാത്രിയുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തിയത്. കുറ്റ്യാടി MIUP സ്കൂളിൽ നടന്ന ക്യാമ്പ് വിജയിപ്പിക്കാനായി നാടൊന്നാകെ പരിശ്രമിച്ചു. കുറ്റ്യാടി, മരുതോങ്കര, കായക്കൊടി, കാവലുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകൾ രജിസ്ട്രേഷനായി എത്തി. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.